ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഇത് ജൂൺ 9 നൈറ്റ്, എൻ്റെ ബർത്ത്ഡേ തന്ന് നൈറ്റ് എടുത്ത വീഡിയോ ആണ്. നല്ല ലേറ്റ് ആയി പോസ്റ്റ് ചെയ്യാൻ, എനിക്കറിയാം. 2 ദിവസം ആയി. എനിക്ക് മടി കാരണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തില്ല, പോസ്റ്റ് ചെയ്തില്ല. അപ്പം അന്ന് ഞം കഴിക്കാൻ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇട്ടു, അതിനുശേഷം കൺസീലർ ഇട്ടു. കൺസീലർ ഡാബ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് സെറ്റ് ആയതിനു ശേഷം മാത്രമേ ഡാബ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ചധികം സാധനങ്ങൾ വാരി പൂശുന്നുണ്ട്, കാരണം വീഡിയോ എടുക്കുകയല്ലേ, കുറച്ചധികം ഇരിക്കട്ടെ എന്ന് വെച്ചു. നല്ല കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഞാൻ ഇടുന്നുണ്ട് ഇതിൽ. അതിനുശേഷം ഐബ്രോ ഫിൽ ചെയ്ത് കൊടുത്തു. ഇതെൻ്റെ പെയിൻറ്റിങ് ബ്രഷാണ്, ഒടിഞ്ഞുപോയ പെയിൻറ്റിങ് ബ്രഷ്. എനിക്കതാണ് ഇഷ്ടം. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനുശേഷം ലിപ് ബാം ഇട്ടു. നമ്മൾ ഫസ്റ്റ് ഇട്ട കൺസീലർ കുറച്ച് സെറ്റായി, നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം. ഡാബ് ചെയ്ത് അതിനെ സ്പ്രെഡായി സെറ്റാക്കി വെക്കാം. അതിനുശേഷം കഴുത്തിൽ കുറച്ച് ഇങ്ങനെ പാട് ആയി തുടങ്ങി, കാരണം ഈ തൈറോയിഡ് ആയതുകൊണ്ട് കുറച്ച് പാട് ഇങ്ങനെ കഴുത്തിൽ വന്നു തുടങ്ങി. അപ്പം അവിടെയും കൂടെ കുറച്ച് കൺസീലർ ഇട്ട് സെറ്റാക്കി. ഫേസ് ഫുള്ളും വേർക്കാൻ തുടങ്ങി, അപ്പം ഓയിലി ആവാൻ തുടങ്ങി. അപ്പം നമ്മൾക്ക് കോമ്പാക്റ്റ് ഇട്ട് അതിനെയും ഒന്ന് സെറ്റാക്കാം. സെറ്റാക്കിയതിന് ശേഷം നമ്മളുടെ സ്ഥിരം, പണ്ട് മുതലേ ഉള്ള സ്ഥിരം സാധനമായ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ച് ഐലൈൻ ചെയ്ത് കൊടുക്കാം. ഐലൈൻ ചെയ്ത്, എനിക്ക് ക്യാമറ നോക്കി ഐലൈൻ ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് കണ്ണാടി നോക്കി ഐലൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്ലഷ് ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ഒരു ലിപ് ഗ്ലോസ് വെച്ച് ബ്ലഷ് ആക്കിയിട്ടു, പൊട്ട് തൊട്ടു. അതിനുശേഷം നമ്മളുടെ ഹൈലൈറ്റർ ഇട്ടു. ഇതൊന്നും സ്ഥിരം ഇടാറില്ല, പിന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ കാണാൻ എന്ന് വെച്ച് ഇട്ടതാണ്. എൻ്റെ ഈ മസ്കാര തീർന്നു പോയി, പക്ഷെ എനിക്ക് അതിലെ ബ്രഷ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പഴയ മസ്കാരയുടെ ബ്രഷ് പുതിയത് വെച്ച് ഞാൻ ഇടുകയാണ്. പുതിയ മസ്കാരയും പഴയ മസ്കാരയുടെ ബ്രഷും വെച്ചാണ് ഞാൻ ഇട്ടത്. അതിനുശേഷം ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനറാണ്, നല്ല ഷെയ്ഡാണ്. ആ ലിപ് ലൈനർ വെച്ച് ലിപ് ലൈൻ ചെയ്ത് കൊടുത്തു. മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക് വെച്ച്, ലിപ്സ്റ്റിക്ക് എനിക്ക് ആ ഒരു ഷെയ്ഡ് മാത്രം ഇട്ടപ്പം എനിക്കത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല, എനിക്ക് ചേരാത്തതുപോലെ എനിക്കിങ്ങനെ തോന്നി. അതുകൊണ്ട് നമ്മളുടെ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ജസ്റ്റ് ഒന്ന് വേറൊരു ഷെയ്ഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ആവാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുത്തു. അവസാനം എൻ്റെ ഇഷ്ടം ഷെയ്ഡ് ആയതിനു ശേഷം കയ്യിലുള്ള ബാക്കി ലിപ്സ്റ്റിക്കിനെ കുറച്ച് ചുമന്ന് തൊടുത്ത്, ബർത്ത്ഡേക്ക് അല്ലേ, കുറച്ച് ചുമന്ന് തൊടുത്തൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ച് കവിളിൽ ബാക്കിയെല്ലാം കൂടെ എടുത്ത് ഫ്ലഷായിട്ട് തേച്ചു. അതിനുശേഷം കമ്മലിട്ടു, ബ്രേസ്ലെറ്റ് ഇട്ടു, മോതിരം ഇട്ടു. ഇതൊന്നും സ്ഥിരം ഞാൻ ഇടാത്ത സാധനങ്ങളാണ്. അതിനുശേഷം ഡ്രസ്സൊക്കെ ചേഞ്ചായി വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, കാല് പൊക്കുന്നു, കൈ പൊക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ടാറ്റാ.